ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരത്തെ കുക്കിംഗ് ആട്ടോ. ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. കാരണം രാവിലെ എളുപ്പമുണ്ടല്ലോ, വൈകുന്നേരം കൂട്ടാം, രാവിലെയും കൂട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആദ്യം ക്ലീനാക്കി എടുത്തിട്ട് ചിക്കൻ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിട്ടു. അതിന് ശേഷം അതും കഴുകിയെടുത്ത് പിന്നെ സവാള അരിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ മുഴുവനായിട്ടോ, അതിൻ്റെ ഭയങ്കരമായിട്ട് വേദന എടുത്ത് കണ്ണിന്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഒരു ഇച്ചിരി പാടാല്ലേ. എന്നാലും നമ്മൾ ചെയ്യും. പിന്നെ ഒന്നാമത്തെ ഇത് ഫോൺ പിടിക്കാനും അരിയണം എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിച്ചിരി ബുദ്ധിമുട്ടും ഇച്ചിരി ക്ലാരിറ്റി കുറവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ കുഴപ്പമുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ലൈറ്റ്, വീടിൻ്റെ കുറച്ച് ബൾബുകൾക്കൊക്കെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ലൈറ്റ് ക്ലാരിറ്റി കുറവാണ്. ഇപ്പം ഞാൻ വേറൊരു ഫോണ് എടുത്ത് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം അരിഞ്ഞ് അപ്പോഴാണ് ഓർത്ത് ചോറ് തിളപ്പിക്കാൻ വെച്ചില്ല. സ്മെല്ലുണ്ടോ നോക്കുന്നത്. എന്നാന്ന് വെച്ചാൽ വളിച്ച് പോയി പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ ഒരു സൈസ് പ്രത്യേക രീതിയിലാണ് വളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് തിളപ്പിച്ച് നേരത്തെ തന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ തിളപ്പിച്ച് ഒന്ന് വാർക്കും. ചോറ് ബാക്കിയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ബ്രെഡ് കഴിച്ചാൽ പിന്നെയും വിശക്കും പിള്ളേർക്ക്. അതുകൊണ്ട് ഞാൻ വല്ല പുട്ടോ ഉപ്പുമാവോ, ചിക്കൻ കറി ഉണ്ടാക്കി മിക്കപ്പോഴും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ രാമന്തേട്ടന് ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, എന്നാലും ഡയറ്റാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നതുകൊണ്ട് ചോറ് മിക്കപ്പോഴും ഒഴിവാക്കുക. എല്ലാവരും പറഞ്ഞു ഭയങ്കര വയറാന്ന് പറഞ്ഞു. ഞാൻ ഡയറ്റ് ചെയ്തില്ല കേട്ടോ. എനിക്ക് ഡയറ്റ് ചെയ്യാനും പറ്റില്ല. എനിക്ക് ഷുഗർ കുറഞ്ഞു പോകും വേഗമേ. അപ്പോൾ എനിക്കതുകൊണ്ട് ഡയറ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഗുണ്ടുമണിയായിട്ടിരിക്കും. പക്ഷേ ഇതിൽ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഡയറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ ചോറ് ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഒഴിവാക്കി. രാവിലെ കാപ്പി കുടിക്കും, എന്നിട്ട് ഉച്ചയ്ക്കത്തെ ചോറ് ഒഴിവാക്കും, വൈകുന്നേരം കഴിക്കും. പിന്നെ ഇപ്പോൾ യോഗയൊക്കെ ചെറിയ രീതിക്ക്, ചേട്ടന് കുറച്ചൊക്കെ യോഗ അറിയാം. അപ്പം ചെറിയ രീതിയിലൊക്കെ ഈ എക്സസൈസുകളൊക്കെ ഇല്ലേ, എയറോബിക് യോഗ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, അതൊക്കെ ഒന്ന് ചെറിയ രീതിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പം കാലുകൾക്കും കൈകൾക്കും ഒക്കെ ഒരു ഇച്ചിരി വേദന കുറച്ച് കുറവുണ്ട്. എന്നാലും നല്ലതാട്ടോ. എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക, പരമാവധി പുറത്തുനിന്നുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഇപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ എന്ത് തരത്തിലുള്ള മസാലകളാണ് ഇടുന്നതെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തെ എല്ലാം സൂക്ഷിക്കണം. എങ്ങാനും ഒരു ഫുഡ് പോയ്സൺ വന്നാൽ തീർന്നു. ഞാനതിനെ ഇപ്പം ഈ മൂവാറ്റുപുഴ വന്നേ പിന്നെ ഒരേ ഹോട്ടലിൽ നിന്ന് മാത്രമായിട്ട് ഇപ്പോൾ സ്വിഗ്ഗിയിൽ എപ്പോഴെങ്കിലുമൊക്കെ കൊച്ചിന് വേണമെന്ന് പറയുമ്പോൾ അവന് മേടിച്ചു കൊടുക്കും. പിന്നെ ഫുഡ് പോയ്സൺ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ആഹാരങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക. കുറച്ച് ടേസ്റ്റൊക്കെ പിന്നെ കുറച്ച് കുറവാണെങ്കിൽ സാരമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക.
പിന്നെ വീട്ടിലുണ്ടാക്കാൻ ആളില്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ. ചിലർക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ഇഷ്ടം. എൻ്റെ കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഒരു തോർത്തെടുത്ത് തുടക്കുകയൊക്കെ ചെയ്തിട്ട്, പക്ഷെ ഒരു രക്ഷയില്ല. കണ്ണൊന്ന് കഴുകി നോക്കി. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ അമ്മച്ചി ലുക്കില്ലേ. എൻ്റെ ഈ ചുരുണ്ട തലമുടിയല്ലേ ഭയങ്കരമായിട്ട് വീഴും. എവിടെ ഒരു ഫാനിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മുറിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നൊരു മുടിയായതുകൊണ്ട് എനിക്ക് എപ്പോഴും കെട്ടിവെച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് തലമുടി കെട്ടിവെച്ചേക്കുന്നത്. അല്ലാതെ നമ്മൾ ലുക്കിലല്ല, നമ്മൾ വർക്കിലാണ്, നമ്മൾ കുക്കിങ്ങിലാണ് നമ്മളുടെ ഡെഡിക്കേഷൻ. ആ സമയത്ത് നമ്മളുടെ ഫുഡുകളിൽ മുടി കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടിവെച്ചു. എൻ്റെ ഇടയ്ക്ക് ആരോ വിളിച്ചെന്ന് തോന്നി കേട്ടോ. സാങ്കുട്ടി, ആരെങ്കിലും വിളിച്ചോ? വാ, ആരെങ്കിലും വിളിച്ചോ? എന്നാൽ എനിക്ക് തോന്നി. സാങ്കുട്ടിക്ക് ഞാൻ ഇപ്പോഴേ കുറച്ച് ഓട്സ് ഉണ്ടാക്കി കൊടുത്തേക്കുവാണേ. സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു ദിവസം ഓട്സ്, ഒരു ദിവസം റാഗി, പിന്നെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഈ ധാന്യങ്ങളൊക്കെ ഉള്ള ആഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നേ. അപ്പോൾ ഇപ്പോൾ നോവന്തേട്ടൻ ഡയറ്റായി, പിന്നെ ഓട്സ് മേടിച്ചിട്ടുണ്ട്. ഇച്ചിരി ഓട്സ് പാലിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊടുത്തു. ഒരു ഗ്ലാസ് പാലും ഒരു 2-3 സ്പൂൺ ഓട്സ് മതി കേട്ടോ. പിന്നെ 1/2 സ്പൂൺ പഞ്ചസാര. ഇത് സാമിന് മധുരം ഇഷ്ടമില്ല, പഞ്ചസാര ഇട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തേക്കുവാണ്. അപ്പോൾ എന്താ അവന് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാ സാധനങ്ങളും അരിഞ്ഞിട്ട് ചിക്കൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് ഞാനൊരു കാര്യം ചെയ്യും. അത് ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്താൽ. അതായത് ചിക്കൻ ഇച്ചിരി മഞ്ഞളും ഉപ്പും ഇട്ട് ആദ്യം തന്നെ പുഴുങ്ങാൻ വെക്കും ചിക്കൻ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വെറുതെ വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല. എന്നാലും ഒരു 1/2 ഗ്ലാസ് വെള്ളം കുറവാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം തന്നെ ചിക്കൻ പുഴുങ്ങാൻ വെക്കും. എന്നിട്ട് ആ ചിക്കൻ പകുതി വേവാകുമ്പോഴത്തേക്കും നമ്മുടെ സവോളയും ബാക്കി സാധനങ്ങളെല്ലാം നല്ല രീതിക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ പുഴുങ്ങി വെച്ചേക്കുന്നതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് വീണ്ടും വേവിക്കണം. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ചിക്കൻ്റെ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേക രീതിയിൽ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചതാണേ. ഇനി നിങ്ങളങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ അടുക്കളയാണ്, നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ ഇത് ഓൺ വോയിസ് ഇട്ടാത്തതിൻ്റെ കാരണം കുറച്ച് മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ടേ. നമ്മുടെ സംസാരമൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട. അപ്പോൾ ഇച്ചിരി മിസ്റ്റേക്കൊക്കെ വന്നതുകൊണ്ട് ഇന്ന് എനിക്ക് ഇടാൻ പറ്റില്ല. എന്നാലും അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് വീണ്ടും വീഡിയോ എടുത്ത് നമുക്കിടാം. രാത്രിയിലെടുത്ത വീഡിയോ ഇച്ചിരി ക്ലാരിറ്റി ഉണ്ട്, പകലെടുത്തതിന് ഇച്ചിരി ക്ലാരിറ്റി കുറവ് വന്നു. കണ്ടോ, നടുക്കേക്ക് വന്ന് ഈ ക്യാമറയൊക്കെ പിടിക്കും, നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ഡേ ഇൻ മൈ ലൈഫ് നിർത്തിയതാട്ടെ. പിന്നെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയതാണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സവോള എല്ലാം ഞാൻ എല്ലാ സാധനങ്ങളും വഴറ്റിയെടുത്തതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ഇടുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ. മസാലപ്പൊടി ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, സാധാരണ ചിക്കൻ മസാല, കുറച്ച് മറ്റേ വലിയ ജീരകമില്ലേ അത്, ഇത്ര സാധനങ്ങളാണ് മസാലയിൽ ഉൾപ്പെടുത്തിയിട്ടേക്കുന്നത് കേട്ടോ. വേറെ ഇനി സെപ്പറേറ്റ് മസാല ഒന്നും ചേർക്കത്തില്ല, കടുകും പൊട്ടിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് ഞങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ ഇഷ്ടമുള്ള രീതിക്ക് വെച്ചോ.
നിങ്ങൾക്കൊക്കെ എന്നേലും നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്നവരൊക്കെ ആയിരിക്കാം. എന്നാലും ഞാനാണ് ഇവിടുത്തെ കുക്കിംഗ്. കുഴപ്പമില്ലാതെ അവർ രണ്ടുപേരും കഴിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. മൂന്നാമതൊരാൾ വന്നാൽ എനിക്കിച്ചിരി ബുദ്ധിമുട്ടാണ്. അത് വെച്ചാൽ എനിക്ക് പേടിയായി തുടങ്ങും. പിന്നെ അങ്ങനെ ചിക്കൻ കറിക്കുള്ള എല്ലാം റെഡിയായത്. മസാല ഇടാനായിട്ട് ഞാൻ പിന്നെ വേറെ പാത്രം എടുക്കുന്നില്ല. ഈ ഇതിൽ കണ്ടോ, കാശ്മീരി ചില്ലിയുണ്ട്, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല മിക്സ് മേടിക്കാൻ കിട്ടുമല്ലോ. ഞാൻ പൊടിച്ചതല്ല കേട്ടോ, എല്ലാം മേടിച്ചത് മസാലകളാണ്. ഒരുപാട് ചുവയുള്ള മസാല ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാമിന് വേണ്ടിയിട്ടാണ് ഇത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തന്നെ. പിന്നെ അവൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കത് വലിയ വിഷമമാവും. എൻ്റെ അച്ചാച്ചൻ ചിലപ്പോഴേ കഴിക്കുള്ളൂ. ചിക്കൻ കറിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അച്ചാച്ചൻ ഡയറ്റിലായ പിന്നെ പുള്ളി ഭയങ്കര ഡെഡിക്കേഷനാണ്. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡയറ്റാണ്. ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ കഴിപ്പ്. ഇപ്പോൾ 2 ആഴ്ച ഡയറ്റ് ചെയ്തിട്ട് പിന്നത്തെ ആഴ്ചയിൽ നന്നായിട്ട് കഴിയും. പിന്നെ രാവിലെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുഴുങ്ങിയ ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അടച്ചൊരു അരമണിക്കൂർ. അപ്പോൾ ഈ ചിക്കൻ പൊടിഞ്ഞു പോകുമോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ശരിക്കും വറുത്തിട്ടുണ്ടാക്കുന്ന പോലെ ഇരിക്കും. നല്ല ടേസ്റ്റും ആയിരിക്കും, വേവുകയും ചെയ്യും, ഉള്ളും നന്നായിട്ട് വേവുകയും ചെയ്യും, മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഞാൻ മുന്നേത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. പിന്നെ ഞാനത് കറിയാക്കി വെച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. തുണി വിരിച്ചിടാൻ ഞാൻ മറന്നുപോയി. രാവിലെ നമ്മൾ മെഷീൻ്റെ അകത്തിട്ട തുണി അവിടെ തന്നെ കിടന്ന്. പിന്നെ ഞാൻ രാത്രി എടുത്തത് എല്ലാം ഉണക്കി പറക്കി അത് കൊണ്ട് വിരിച്ചിട്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് നടുവേനയാണെങ്കിലും ഒന്ന് അലക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതൊരു ദൈവ അനുഗ്രഹം കിട്ടിയതല്ലേ ഇപ്പോൾ വാഷിംഗ് മെഷീൻ കിട്ടിയത്. അങ്ങനെ തുണികളെല്ലാം വിരിച്ചിട്ടിട്ട് ഞാൻ മറന്നു. വീണ്ടും അവിടെ തുണി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെയും രാത്രി കൊണ്ട് വിരിച്ചു കേട്ടോ. ഇതൊരു 7 മണി 7:30 8 മണി എങ്ങാണ്ടായപ്പോഴാണ് വിരിച്ചത്. പിന്നെ അവിടെ തുണി ഇരുന്ന കാര്യം മറന്നുപോയി. എല്ലാം വിരിച്ചിട്ട് വർക്ക് ഏരിയയിൽ സ്ഥലമുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മഴയാണെങ്കിലും നമുക്ക് തുണി വിരിക്കാൻ സ്ഥലമുണ്ട്. ഞാനാരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ ജീവിക്കണം. അത് നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനില്ല കുക്ക് ചെയ്യുന്നതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒട്ടുമിക്ക കുക്കിങ്ങും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും രാവിലെ എണീക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ മാത്രം ഞാൻ ചോറ് വെക്കും. പിന്നെ എനിക്ക് കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് ഞാനിവിടെ പറയുന്നത് എന്നാന്ന് പറയുക, ഒട്ടുമിക്ക ആൾക്കാരും പറയത്തില്ല, പക്ഷെ ഞാൻ പറയും. പിന്നെ കറിക്ക് അരിഞ്ഞ് തരും. വേണമെങ്കിൽ നമ്മൾ പാത്രം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കഴുകി തരും. ഇതിപ്പോൾ അങ്ങനത്തെ അത് വീഡിയോ ഇടുമ്പം ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്, ചേട്ടനാ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത്. ചേട്ടൻ അങ്ങനെയല്ല, പറ്റുന്ന പോലെയൊക്കെ സഹായിക്കും, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇതെനിക്ക് ചെയ്യാവുന്ന പണികളല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്തെങ്കിലും അടുക്കളപ്പണിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് വരുമ്പം മാത്രം അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തെ അങ്ങനെ പണികൾ അവസാനിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. അന്നേരത്തേക്ക് ഇവർ രണ്ടുപേരും വന്നു. ചേട്ടനും കൊച്ചും പിന്നെ അടുക്കളയിൽ വന്നു. പിന്നെ കളിയായി, തിരികെ വർത്താനം പറച്ചിലായി. അങ്ങനെ സമയം പോയി.
ഞാൻ നൈറ്റി ആക്കി, പക്ഷേ എനിക്ക് നൈറ്റി ഇട്ടുകൊണ്ട് നടക്കാൻ അറിയത്തില്ല വഴിയിൽ കൂടെ. അതുകൊണ്ട് ഞാൻ തട്ടി വീഴാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഞാൻ വീണ്ടും ചുരിദാറാക്കാൻ പോവാം. കാരണം നൈറ്റി ഇട്ടുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നടക്കാൻ അറിയത്തില്ല നൈറ്റി ഇട്ടുകൊണ്ട്. നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഇടുന്ന വസ്ത്രമാണല്ലോ അല്ലേ. പിന്നെ പാത്രം കഴുകാനുണ്ട്. പിന്നെ അന്നേരം ഉള്ള പാത്രങ്ങൾ അന്നേരം കഴുകണമെന്ന് എന്നോട് ഒരു ആൻറ്റി പറഞ്ഞു തന്നിട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ പാത്രം ഉച്ചയ്ക്ക് തന്നെ കഴുകും, വൈകുന്നേരത്തെ പാത്രം വൈകുന്നേരം തന്നെ കഴുകും. ഇനി വൈകുന്നേരത്തെ പാത്രം നമുക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ ഉണ്ടെങ്കിൽ കുറച്ച് നേരം പോയി കിടന്നിട്ട് വന്ന് പിന്നെ രാത്രി തന്നെ കഴുകി വെച്ചിട്ട് കിടക്കുള്ളൂ കേട്ടോ. കാരണം ഈ അണുക്കളെന്ന് പറയുന്ന സംഭവം ഭയങ്കര ഡേഞ്ചറാണെന്ന് പറയുന്നത്. 19,000 എന്തോ പറഞ്ഞു, അങ്ങനെ എന്തോ ഒരു ഇത് വായിച്ച. പിന്നെ ഞാൻ പാത്രങ്ങളൊന്നും ഇടും. ഇനി അങ്ങനെ തന്നെ നമുക്ക് പാത്രം ഇടണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിടണം കേട്ടോ. പണ്ടാരോ ഇങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആവുന്നതരം കഴുകിത്തരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കഴുകേണ്ടി വരും. ഇന്നലെ ഞാൻ തേച്ച് വെച്ചപ്പോൾ ഒന്ന് കഴുകിത്തരാമെന്ന് ചോദിച്ചപ്പോൾ കഴുകി തന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്, തേക്കാനാണ് പാട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി, 2-3 തമിഴ് പാട്ടൊക്കെ ആവുന്നതരം പാടി. ഞാനും അതിൻ്റെ കൂട്ടത്തിൽ പാടി. ഇനി എൻ്റെ സ്വരമൊന്നും കേൾപ്പിക്കാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും കേൾപ്പിക്കുന്നില്ല കേട്ടോ. ഞങ്ങളങ്ങനെ ഇരുന്ന് പാട്ട് പാടി. അന്നേരത്തേക്കും നമ്മുടെ സാങ്കുട്ടി എക്സൈറ്റഡായി. സാങ്കുട്ടിക്കും ഇഷ്ടമാണ് പാട്ടൊക്കെ. അച്ചാച്ചനും അമ്മയും കൂടെ പാട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാങ്കുട്ടി ഏത് ഫോണിലോ എവിടെയാണെന്നറിയില്ല പറന്ന് വന്നിട്ട് അവനും പാടും. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേരും, എനിക്ക് ചേട്ടനും അങ്ങനെ അത്രയും നല്ല സ്വരമില്ല. പക്ഷേ സാങ്കുട്ടിക്ക് കുറച്ചൊക്കെ നല്ല പാടാനുള്ള നല്ല കഴിവുണ്ട് കേട്ടോ. ഇനി അവന് പഠിക്കാൻ വിട്ടാൽ അവൻ പോവില്ല. അവൻ പിന്നെ ആ കരച്ചിലും വാശി, അതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് സാധനം എടുത്ത് എൻ്റെ പുറത്തേക്ക് എറിഞ്ഞ്. നേരത്തെ സാങ്കുട്ടിക്കും ഉണ്ടായിരുന്നത് ഐസും കട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ പുറത്തൂടെ ഇട്ടു. പിന്നെ എൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ദുഃഖഭാവമുണ്ട് കേട്ടോ. അത് ഞാൻ വിഷമത്തിലാണേലും കൊണ്ട് സന്തോഷത്തിലാണേലും കൊണ്ട് എപ്പോഴും ഒരു ചൈനീസ് ലുക്ക് അല്ല ജപ്പാൻ ലുക്ക്, എന്താ അതിന് പറയുന്നത്, എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ എപ്പോഴും കണ്ണുകളൊക്കെ ഇങ്ങനെ അടഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നവരായിരിക്കും. പക്ഷേ അത്രയും ദുഃഖമൊന്നും, ഞാൻ കുറേ തമാശയൊക്കെ പറയുന്ന ആളാണ് കേട്ടോ. എനിക്ക് ആൾക്കാരെയൊക്കെ ചിരിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരുന്നു. സാങ്കുട്ടി അതിലൂടെ നടപ്പണ്ടേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ അവൻ പറഞ്ഞു. അതാണ് ഞാൻ ഇപ്പം പിള്ളേരാണെങ്കിലും ഞാനാണെങ്കിലും ചേട്ടനാണെങ്കിലും പറയുന്നത് ചിലർക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ ഭാഷകളെ. അപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴത്തേക്കും നമ്മുടെ ആ തെളിച്ച് വെച്ചിരുന്ന സംഭവം കെടാൻ തുടങ്ങി കേട്ടോ. ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തെളിച്ച് വെച്ചിരുന്നത് വേറെ ലൈറ്റായിരുന്നു തെളിച്ച് വെച്ചിരുന്നത്. അത് സംഭവം ചാർജ് തീർന്നു. അപ്പോൾ വീണ്ടും തെളിയും കിടും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇന്ന് ഞാൻ ഇടുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ചേട്ടൻ്റെ സഹായത്തോടു കൂടി വേണം വീഡിയോ എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല വീഡിയോ. ഇതിപ്പോൾ ഇത്രയും നാളുകൾ, ഇത്രയും വർഷം ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതും കുക്ക് ചെയ്തുകൊണ്ടിരുന്നതും എല്ലാവേ. അപ്പം അതിനനുസരിച്ച് ചിലപ്പം പിന്നെ ഇത് പാത്രമൊന്നും ശ്രദ്ധിക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തോ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അവനാണ് ഉപദേശം ആകപ്പാടെ ഞാൻ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. എൻ്റെ അത്താച്ചനെ ഉപദേശിച്ച് അവന് ഇഷ്ടമില്ല. ഒന്നാമത്തെ അവനിങ്ങനെ വിഷമിക്കും. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ പറയരുതെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവനെ ഉപദേശിക്കുന്ന കേട്ടോ. അത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ലേ. ഇന്നത്തെ ദിവസമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. കാരണം ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വൈഫൈ പോയതാണ്. പിന്നെ അതല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇത് ഇടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലത്തെയും കൂടെ കൂടി ഒരുമിച്ചാട്ടോ ഇടുന്നത്. രാമന്തേട്ടൻ ഡാൻസ് കളിയും, പാട്ട് പാടും, പിന്നെ തബലയൊക്കെ കൊട്ടും. അങ്ങനെ കലാപരമായിട്ട് ഇവരുടെ ഫാമിലിയിലുള്ള
ചേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ അച്ചായനാണെങ്കിലും ഒക്കെ ഇങ്ങനെ കലാപരമായിട്ടുള്ള കുറച്ച് കഴിവുകളുണ്ട്. അത് സാമിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പടം വരയ്ക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കഴിവ് സാമിനും കിട്ടിയിട്ടുണ്ട്. ഞാനും കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ സ്കൂളുകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. പാട്ട് പാടാൻ ഡാൻസ് കളിക്കുക. അപ്പോൾ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എൻ്റെ ആഗ്രഹം എന്നാണെന്നറിയുമോ? ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം, ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കണം. കുറച്ച് ടഫാണ്, നടക്കുമെന്നറിയില്ല, എന്നാലും ജീവിക്കണം. ഇവർക്ക് വേണ്ടിയിട്ട് ശരിക്കും ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെ. എൻ്റെ വേദനകൾ മറക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് നിൽക്കുമ്പോഴാണ്. വയ്യെങ്കിലും സാങ്കുട്ടിക്ക് എന്നെ ഇഷ്ടം, നവന്തേട്ടന് എന്നെ ഇഷ്ടം. എനിക്ക് അച്ചായനെ ഇഷ്ടം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് അവന് ഭയങ്കര വിഷമാകും. അവനത് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവനെ ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാമിനെ ഇഷ്ടം. എല്ലാ അമ്മമാർക്കും മക്കളെയല്ലേ ഇഷ്ടം. ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നല്ലടി, ഇത് തന്നെയാണ് ഞങ്ങളുടെ ലൈഫ്. ഇങ്ങനെ തന്നെയാണ് ഞങ്ങളെപ്പോഴും. പക്ഷേ എല്ലാ വീട്ടിലും ഉള്ള പോലെ വഴക്കുകളുണ്ട്, അത്രേ ഉള്ളൂ. എൻ്റെ കൈ മാത്രം തടിച്ച്, അത് ഈ ക്യാമറ വെച്ചതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആട്ടോ. അത്രയും വണ്ണം ഇല്ല എനിക്ക്, എന്നാലും വണ്ണമുണ്ട്. ഇനി എൻ്റെ വണ്ണം കുറയ്ക്കണം, ഡയറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കുടുംബം ഇങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം നിലവിൽ നമുക്കൊരു വരുമാന മാർഗമായിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ, ആരും പൈസ ഒന്നും തരണ്ട എൻ്റെ ദൈവമേ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, ഒരു സപ്പോർട്ട്. അതായത് ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഒരു ഫാമിലിയും കൂടെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. സാങ്കുട്ടി നവന്തേട്ടനെ നവന്തേട്ടനോട് കളിക്കുന്നതാണ്. എന്നിട്ട് നവന്തേട്ടൻ ദേഷ്യം വരുന്നിട്ട് ഇക്കിള് കൂട്ടി നാശാക്കും അവനെ. ഒന്ന് ശ്രമിച്ചു നോക്കിയേ, മൈൻഡ് ചെയ്തില്ല നവന്തേട്ടൻ. ഇനി അടുത്ത ട്രിപ്പ് വീണ്ടും വരും. ഇത് ഓൺ വോയിസ് ഇട്ടാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ കൂട്ടുകാരെ, അതുകൊണ്ടാട്ടോ ഇടാത്തേ. പിന്നെ എൻ്റെ സൗണ്ട് കുറച്ച് കൂടിയ സൗണ്ടാണ്. ആ, തൈര് മുളക് കൊണ്ടാട്ടം നാം പാട്ട് പാടുക. സാങ്കുട്ടി ഡാ, കഴിഞ്ഞ ദിവസം പാടിയ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാമോ? അവന് തൊട്ടപ്പുറത്ത് ഇരിപ്പണ്ടേ. അവനിപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കി കൊടുത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അല്ലെങ്കിൽ അവനിപ്പോൾ തന്നെ വന്നേനെ. പിന്നെ പാത്രമൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി, എല്ലാം ഇത് രാവിലെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പാത്രം ഈ ചോറിൻ്റെ കലമൊക്കെ നിങ്ങൾ അടുപ്പത്ത് വെക്കുന്ന കലമാണെങ്കിലും അല്ലാത്ത കലമാണെങ്കിലൊക്കെ രാത്രിയിൽ കഴുകി വെക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാനൊക്കെ മടിയല്ലേ. പിന്നെ എന്താ പറയുന്നത്, നിങ്ങൾ ഓർക്ക് ചേട്ടനൊരു ഉടുപ്പിടാൻ പാടില്ലായിരുന്നു. ചേട്ടൻ ബനിയൻ ഇടില്ല കേട്ടോ. നമ്മളെത്ര പറഞ്ഞാൽ ഭയങ്കര ചൂടുമാണ് ഇവിടെ. അതുകൊണ്ട് എന്നാലും വീഡിയോയ്ക്ക് നമ്മളെ സഹകരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ തുടങ്ങിയ സമയത്തൊന്നും ചേട്ടനൊന്നും ഒരു പരാതി എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. തുടങ്ങണ്ടെന്നൊന്നും പറഞ്ഞു. നിനക്ക് പോസിറ്റിവിറ്റി തോന്നുന്ന എന്ത് നീ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാത്രി
ഇനിയിപ്പോൾ ഞാൻ വേറൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. ആ ചോറ് ചൂടാക്കി വെച്ചപ്പോൾ ഞാനും സാമുൻകുട്ടിയും അല്ലേ കഴിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ബ്രെഡുണ്ട്, ബ്രെഡ് ഇരിപ്പുണ്ട്. ചിക്കൻ കറിയും ബ്രെഡും ചിക്കനും അല്ലെങ്കിൽ ചോറും ചിക്കനും എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ. ഇനി 4 മണിക്ക് ഏതാണ്ട് പറയുന്നുണ്ട് കേട്ടോ, എന്നാ ഞാൻ മറന്നുപോയി. ഈ ജീവിതം മടുത്തെന്ന് വല്ല ആണോ? എനിക്കറിയില്ല, ഞാൻ എന്തോ പറഞ്ഞു കേട്ടോ. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും, അല്ലാതെ ഞാൻ ഈ ജീവിതം മടുത്ത് ഞാൻ പോവാന്ന് ഏതാണ്ട് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞേ ഇല്ല, നിന്നെ ഞാൻ വിടില്ലെന്ന് ഏതാണ്ട് പറഞ്ഞേ. ഞങ്ങളിങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ നവന്തട അങ്ങനെ സംസാരിക്കത്തില്ല. ഇടയ്ക്ക് തോണ്ടലും ഞുള്ളലൊക്കെ കിട്ടുന്ന അതൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അതൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ അപ്പുറമാണ്. സാങ്കുട്ടീനെ ഇക്കിള് കൂട്ടി കൊലാക്കൊല എന്നിട്ട് അവന് ഭയങ്കരമായിട്ട് കിടന്ന് കരയും. അമ്മാതിരി സ്നേഹിച്ച് കളയും ചിലപ്പോൾ. ക്യാരക്ടർ അങ്ങനെയാട്ടോ. അതിപ്പം പുറത്തൊക്കെ പഠിച്ച് വളർന്നതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. ഏതൊക്കെയോ തമിഴ് പാട്ടുകൾ ഇങ്ങനെ ഇരുന്ന് പാടുന്ന കേട്ടോ, കുറേ പാട്ട് പാടി ഇന്നലെ. എനിക്കറിയാവുന്ന വരികളൊക്കെ ഞാനും പാടും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരില്ല, പിന്നെയും പാടും. അങ്ങനെ ഇരുന്ന് ചുമ്മാ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇങ്ങനെ കണ്ടിട്ട്? എനിക്കറിയില്ല കേട്ടോ. എങ്കിലും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നല്ലൊരു ഞാനതെല്ലാം തേച്ച് കൊടുത്തിട്ട്, എല്ലാ പാത്രവും തേച്ച് കൊടുത്തിട്ട് ഞാൻ അവിടെ പോയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര നടുവേദന എടുക്കാൻ തുടങ്ങി. എനിക്ക് ഇരിക്കത്തില്ല. എൻ്റെ നടുവിന് എന്തോ പറ്റിയിട്ടുണ്ടായിനി. ഞാനത് കുഴമ്പൊക്കെ തേച്ചാണ് ഞാൻ ഒന്ന് നിവർന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുടിക്കുന്ന വെച്ചാൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ചായ കുടിക്കുന്നതാണേ. അപ്പോൾ അങ്ങനെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നുപോയി, സത്യം പറയാം, ഞാൻ മറന്നു. ഇന്നലെ അത് ഇടേണ്ടതായിരുന്നു. ഓൺ വോയിസ് അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു അബദ്ധം പറ്റി. പിന്നെ രാത്രി അവസാനിച്ച് നേരം വെളുത്തു. അപ്പോൾ സാമിന് നമ്മൾ ഇന്നലെ വിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊരു പച്ചക്കറി കൊടുത്തു വിടുന്നുണ്ട്. അതായത് ക്യാരറ്റും ബീൻസും നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ക്യാരറ്റും പയറും കേട്ടോ. ഞാൻ ബീൻസിൻ്റെ ചുവ എനിക്ക് അത്രയും കൂടെ പിടിക്കില്ല. അപ്പം ക്യാരറ്റും പയറും നല്ല ടേസ്റ്റാട്ടോ. നല്ല ഒരു തോരൻ കറിയാണ്. വേറെ നല്ല ക്യാരറ്റും പയറും കൂടെ ചെറുതായിട്ട്, അത്ര ചെറുതാക്കണ്ട, കൊത്തി അരിയണ്ട, എന്നാലും ഒരു ചെറിയൊരു പീസായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, സവോള ഇല്ലെങ്കിൽ ചെറിയുള്ളി ഇട്ടാലും മതി. 2-3 ചെറിയുള്ളി ഇടുക. പിന്നെ ഉപ്പ് പാകത്തിന്, മഞ്ഞൾ ഇട്ട് മിക്സ് ചെയ്തിട്ട് ശരിക്കും ഇളക്കി കടുക് പൊട്ടിച്ച് തീയിലേക്ക് സാധാരണ തോരൻ കറി ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല അധികം വെള്ളമൊന്നും ഒഴിക്കരുത്. ക്യാരറ്റിന് നല്ല പെട്ടെന്ന് വേകും. പയറാണേലും വേഗം വെന്ത് കിട്ടുമല്ലോ. ചെറുതാക്കിയല്ല അരിയുന്നത്, അതുകൊണ്ട് വേഗം വേകും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഈ കറികളൊക്കെ വെച്ച് രാവിലെ ഇന്ന് കാപ്പി ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നതായിരിക്കും. സാമിന് ഞാൻ രാവിലെ ചോറാട്ടോ വാരി കൊടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല. ദോശയാണെങ്കിലും കരയും, ഇഡ്ഡലി ആണെങ്കിലും കരയും. എന്നാന്ന് വെച്ചാൽ അതൊന്നും രാവിലെ അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ തന്നെ പറഞ്ഞാട്ടോ, അമ്മ എനിക്ക് ചോറ് തന്നാൽ മതി. അപ്പോൾ രാവിലെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നല്ല കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ കറികൾ കൂട്ടി ഞാൻ ചോറുണ്ടോളാം, എനിക്കതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് എളുപ്പമായില്ലോ. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അവന് 9 മണിയാകുമ്പോൾ അവൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 2-3 ചപ്പാത്തി, കുറച്ച് ചിക്കൻ്റെ ഗ്രേവി എടുത്ത്
ചപ്പാത്തിയും കഴിച്ചു കേട്ടോ. പിന്നെ ആ ഒരു നേരത്തെ കഴിക്കലുള്ളൂ. ഒരു ചായയും കുടിക്കും ചിലപ്പോൾ ചായ കുടിക്കത്തില്ല. എന്നിട്ട് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഒഴിവാക്കും. ഉച്ചയ്ക്കത്തെ ചോറ് നമുക്ക് ഒഴിവാക്കാം. രാവിലത്തെ ഫുഡ് ഒഴിവാക്കരുത് കേട്ടോ, ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം രാവിലെയാണ് ഫുഡ് കഴിക്കേണ്ടത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. പുറത്ത് നമ്മൾ നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം എനിക്ക് ഷുഗർ കുറഞ്ഞു പോകും. പക്ഷേ നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. രാവിലെ ഒരു 10, 10:30, 11 മണി കൊണ്ട് നമ്മുടെ പണികളെല്ലാം അവസാനിപ്പിക്കുമല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് ഒഴിവാക്കി കറികളൊന്നും കഴിക്കില്ല എല്ലാം. അപ്പം പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് പോയില്ലെങ്കിലും നമ്മൾക്ക് എന്തോ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടും. 10 മുതൽ 4 വരെ ഞാൻ ഡയറ്റ്. 4 മണിയാകുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ പോയി പാൽ മേടിച്ചിട്ട് വന്നിട്ട് അതിലൊരു ചായ കുടിക്കും. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ബ്രെഡ് കഴിക്കും. പിന്നെ ഞാൻ രാത്രി 9 മണിക്ക് കഴിക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും കഴിക്കാറില്ല. അങ്ങനെ സ്നാക്സോ അങ്ങനെയൊന്നും കഴിക്കാൻ. എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത് വണ്ണം വെച്ച്. ഫുഡിലല്ല വണ്ണം വെക്കുന്നത്, നമ്മളുടെ ജീവിത രീതിക്ക് അനുസരിച്ചുള്ള നമ്മൾ നടക്കുന്നില്ല, നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, അങ്ങനെയാണ് നമുക്ക് വണ്ണം വെക്കുന്നത്. പിന്നെ ഈ നീർക്കെട്ടുണ്ടാവുന്നവർക്കൊക്കെ ഇങ്ങനെ വണ്ണം വെച്ചിരിക്കും. അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ ക്യാരറ്റും പയറൊക്കെ അരിഞ്ഞ് ക്യാരറ്റൊക്കെ ചിരണ്ടി എടുത്ത് വന്നിട്ട് അത് ഞാൻ കുറേ നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടു കേട്ടോ. നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയതിന് ശേഷമാണ് എടുത്തത്. അപ്പോൾ ഇത് ക്യാരറ്റും പയറെല്ലാം അരിഞ്ഞെടുത്തു. അപ്പോഴത്തേക്കിന് ഓമന്തടം വന്നു. പിന്നെ ഞാൻ ഓമന്തടനോട് ചോദിച്ചൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചിരി നേരം. പക്ഷേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പോലെ വീഡിയോ എടുക്കാൻ അറിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം അതാ. പിന്നെ എനിക്കൊരു ഇതൊക്കെ മേടിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അതൊക്കെ മേടിച്ച് സെറ്റായി നമ്മൾ പൂർവാധികം ശക്തിയോട് വീണ്ടും വീഡിയോ എടുത്തു തുടങ്ങും. പിന്നെ നമ്മുടെ വീട്ടുപണി തീരാനും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ഇതൊരു നല്ലൊരു എന്താ പറയുന്നത്, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ അങ്ങനെ പല പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലും കൊണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മൾ ഡെഡിക്കേഷനാണ് വീഡിയോ എടുക്കാനായിട്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനില്ലെന്നല്ല പറയുന്നത്. എന്നാലും നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ വിഷമിച്ചിരിക്കുവാണെങ്കിൽ നമുക്കൊരു എനർജിയൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ മാത്രം കാര്യം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ്. ഇത് നിങ്ങളുടെയൊക്കെ അവസ്ഥകൾ എന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യുക. ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ സാങ്കുട്ടിക്ക് ഇഷ്ടമില്ല കേട്ടോ വീഡിയോ രാവിലെ എടുക്കണമെന്നും ഇഷ്ടമില്ല. സാങ്കുട്ടി ഇച്ചിരി വില്ലനാ. സാമിനി കാണുന്ന പോലെയുള്ള ആളല്ല. അപ്പോൾ അവൻ ക്യാമറയ്ക്ക് വെള്ളം കോരി വെച്ചു. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്യാമറ എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാൻ നേരിട്ടാണെങ്കിൽ ഞാൻ നല്ലത് പറഞ്ഞേനെ. പക്ഷെ ഞാൻ ഇതിലായിപ്പോയി. ഞാൻ ഓൺ വോയിസ് എടുക്കാമെന്ന് ഓർത്തുകൊണ്ടല്ലേ ഇരുന്നത്. അതുകൊണ്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നെ അവൻ്റെ വഴിക്ക് വിട്ടേക്ക്. ഇനി അവൻ പല്ല് തേക്കാൻ പോവാണേ. ഇച്ചിരി അയ്യോ അവൻ്റെ നല്ല മൂടാകും. പെണീറ്റ് പിടിയാൻ. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, നീ ഓണത്തിന് വീട്ടിൽ പോകുന്നില്ലേ? ഓണത്തിന് വീട്ടിൽ പോകുമ്പോൾ നീ എനിക്ക് കുറച്ച് കറികളും ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം കേട്ടോ പോകാൻ. അല്ലേ ഞാൻ ഓണത്തിന് സദ്യ ഉണ്ടാക്കണം. എന്നിട്ട് ഇച്ചിരി ഓവർ കെയറിങ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണേ.
കിട്ടിയോന്ന് അറിയത്തില്ല, എന്നല്ലെങ്കിൽ ഒരു ഉമ്മ തന്നിട്ട് പോയി. അതൊക്കെ എന്തേലും വേട്ടെ, അതൊക്കെ ഉള്ളതാ, ഇതിൻ്റെ അപ്പുറമാണ്. എന്തേലും വേട്ടെ. എന്നിട്ട് എന്നാ നേരത്തെ അവളെ പിടിച്ച് വലിക്കലായിരുന്നു, ഇപ്പം അതൊക്കെ നിന്ന്. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ മിലാന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നീ വീട്ടിൽ പോകാവുള്ളൂ എന്ന് അവധിക്ക്. അപ്പോൾ മിലാന്നിട്ട് എന്നെ വീട്ടിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ സാങ്കുട്ടിയോട് പറഞ്ഞു ഒരു കാര്യം, യൂണിഫോം ഇന്നലെ തേച്ച് വെച്ചതുണ്ട്. അപ്പോൾ നോവന്തടം പറഞ്ഞു ഞാനത് ഒന്നുകൂടെ ഒന്ന് തേക്കട്ടെ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ തേക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേഗം ഞാൻ തന്നെ എടുത്ത് തേച്ച്. ചോറ് കിട്ടുന്ന കേട്ടോ ഇത്. ഇന്ന് ചോറും ചിക്കൻ കറിയുണ്ട്, ക്യാരറ്റും പയറും കൂടെ തോരനുണ്ട്. അപ്പം നിങ്ങൾ പറയും അയ്യോ ചിക്കൻ കറിയൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും മീനും ചിക്കനുമാണെങ്കിൽ കൊച്ചിന് കൊടുത്തു വിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോയി കൂട്ടുകാരെ. അത് പിന്നെ എനിക്ക് പേടിയാട്ടോ. ഇവന് ഞാൻ പച്ചക്കറിയൊക്കെ കൊടുത്തു വിട്ട്, പച്ചക്കറിയും എന്തെങ്കിലും ചമ്മന്തിയോ മുട്ട പൊരിച്ചൊക്കെ കൊടുത്തു വിട്ടിട്ട് ഇവൻ തിരിച്ചു കൊണ്ടുവന്നു. കുറേ ദിവസങ്ങൾ, ഒരു 2-3 മാസത്തേക്ക് ഇങ്ങനെ ഈ സ്കൂളിൽ പോകുമ്പോൾ മാത്രം ഞാനങ്ങനെ മീനൊന്നും കൊടുത്തു വിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വണ്ണം പെട്ടെന്ന് അങ്ങോട്ട് ഒരു 5 കിലോ അങ്ങ് വേഗം കുറഞ്ഞു, 20 കിലോ ആയി. ഇപ്പോൾ ഇവൻ്റെ പ്രായം വെച്ച് കറക്റ്റ് വെയിറ്റ് വേണ്ടത് 26 കിലോയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവന് ചിക്കനോ മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇവന് ഇഷ്ടപ്പെട്ട കറികൾ മാത്രം ഞാൻ ഉണ്ടാക്കി കൊടുത്തു വിടും. അതാകുമ്പോൾ അവൻ ചോറുണ്ട് വിടുമല്ലോ. പിന്നെ ഞാൻ തലമുടി ചീവി കൊടുക്കുന്ന, അവൻ്റെ തലമുടി ചുഴിയുള്ളത് കൊണ്ട് അവൻ്റെ തലമുടി ചീവി ഇരിക്കത്തില്ലേ. അപ്പോൾ ഞാൻ തന്നെ ഈ ചീവി കൊടുക്കണം, അല്ലെങ്കിൽ അവൻ കുറേ നേരം എടുക്കും. അവൻ ബസ് വന്ന് പോയാൽ അറിയില്ലല്ലോ. അപ്പം ഞാൻ എന്തിനാണെന്നറിയ ചിരിച്ചത്, ഭയങ്കര വൃത്തിക്കാരനാണ്. എന്നിട്ട് കൈ പോയി കഴുകിയിട്ട് അവൻ്റെ ആ ഊരിയിട്ട നിക്കറെ തന്നെ വന്ന് കൈയും മുഖവും എല്ലാം തുടയ്ക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. ചില വൃത്തി അഭിനയമുണ്ട്, ചിലപ്പം നല്ല വൃത്തിയുള്ള കൊച്ചായിരിക്കാം അവിടെ. അവിടെ ആ പോകുന്ന പോക്കിന് ഒരു കസേര മറിച്ച് ഇട്ടേക്കുന്നുണ്ടോ, അവൻ്റെ പണിയത്. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് തന്നെ ആരോ വന്ന് വഴക്ക് പറഞ്ഞു ഇങ്ങനെ കസേര മറിച്ചിടാൻ പറഞ്ഞു. അത് അവൻ്റെ പണിയാണ്, ഒറ്റ മറിക്കലാണ്. നമ്മളത് ശ്രദ്ധിക്കത്തില്ല, വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ തലമുടിയൊക്കെ ചീവി വെച്ചിട്ട് ഞാൻ തിരിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി ഒരു 5 സെക്കൻഡ് പ്രാർത്ഥിക്കും കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് ഇറക്കി വിടാറുള്ളൂ. ഞങ്ങളുടെ സാമിന് ഒരു ആൻറ്റി പറഞ്ഞു തന്നേക്കുന്ന കാര്യമാണ്. ഞങ്ങളത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതല്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രാവിലെ ഇറക്കി വിടുന്ന സമയത്ത്, സ്കൂളിലല്ല വേറെ എവിടെ പോകുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു വിടുക കേട്ടോ. അത് അവരുടെ മനസ്സിലൊരു റിലാക്സേഷൻ ഉണ്ടാകാനും ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ അവൻ്റെ കൂടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കും. അപ്പം ആ സമയത്ത് ഞാൻ അവൻ ചെയ്ത ഇപ്പം കുസൃതിയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും, അന്നേരം അവന് മനസ്സിലാവാനായിട്ടാണ്. പിന്നെ ഞാൻ ബാഗ് എടുത്ത് അവൻ്റെ കൈ കൊടുത്തപ്പോൾ ഇന്ന് വേറൊരു വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അവനെ കയറ്റി വിടാൻ, മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുടയെടുക്കാൻ തിരിഞ്ഞപ്പോഴത്തേക്ക് അവൻ പോയി. ഇപ്പം അവനെ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. മറ്റേത് ഞാൻ അവിടെ പോയി അവനെ കൊണ്ടേ വിട്ട് വണ്ടിയെ കയറ്റി വിടാതെ അവൻ പോകാറില്ലായിരുന്നു. ഇപ്പം അവൻ എന്നെ വേണ്ട, വേണ്ട പോകുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു അവന് പോകുന്നതിൻ്റെ ഒന്ന് എടുത്തുതരാം, ഞങ്ങൾ പോകുന്നതിൻ്റെ ഒന്ന് എടുത്തുതരാമെന്ന് പറഞ്ഞു. വെറുതെ മുറ്റമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവൻ റോട്ടിൽ ചെന്ന്. നല്ല കനമുണ്ട് കേട്ടോ ബാഗിന്. പക്ഷേ കുഞ്ഞുങ്ങളങ്ങനെ തന്നെ പോയി പഠിക്കട്ടെ. കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഇനി അവനെ അങ്ങനെ കൊച്ചു കാര്യങ്ങൾ അങ്ങനെ സ്വയം പഠിപ്പിക്കാൻ നിർത്തണ്ട. അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യട്ടെ. പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടോ വന്നത്. ചപ്പാത്തി മേടിച്ചിട്ട് വന്ന് അതിൽ 2 ചപ്പാത്തിയും കഴിച്ചു. കുറേ പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി. എത്ര ഉള്ളൂ കേട്ടോ. ഞാൻ അത്രയും വീഡിയോ എടുത്തുള്ളൂ, ഞാൻ മടുത്തു. എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെയാണ്
ആൾക്കാർ അതെടുക്കുന്നതെന്ന്. അപ്പം ഞാനത് പിന്നെ കുറച്ച് നേരം ഇരിക്കും. ഇരുന്ന് കൈകാലൊക്കെ നിവർന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് പണികളൊന്നുമില്ല. പാത്രം കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് ഒതുങ്ങി പണി. ഇനി അടിച്ചു വരുന്നില്ല കേട്ടോ. ഞാൻ ഇന്നലെ അടിച്ചു വാരിയായിരുന്നു. എൻ്റെ എടുത്തില്ല, വീഡിയോ എടുത്തിട്ടില്ലേ. അപ്പോൾ ഇനി വേറെ പണികളൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം TV കാണും. അങ്ങനെ നോക്കിയപ്പോഴാണ് വൈഫൈ വന്നിട്ടില്ല. ഇന്ന് ഉച്ച കഴിഞ്ഞൊരു 2 മണി 3 മണി അങ്ങോട്ടായി. അവിടെ എങ്ങാണ്ട് എന്തോ പണി നടക്കുക. 2-3 തവണ വിളിച്ചിട്ടും വന്നില്ല. 2 മണി കഴിഞ്ഞു, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് സംഭവം വന്നപ്പോൾ. അതുകൊണ്ടാണ് വീഡിയോ താമസിക്കുന്നത് കേട്ടോ. നോമന്തേട്ടൻ അന്നേരത്തേക്ക് ഓട്സ് ഉണ്ടാക്കി കഴിച്ചു വിടാം. ഞാൻ നോമന്തേട്ടന് ഫുഡ് കൊടുക്കാതിരിക്കത്തൊന്നുമില്ല. നോമന്തേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കും. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്ത് കഴിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കത്തില്ല. നോമന്തേട്ടനെ ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. എന്ന് വെച്ചാൽ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം പുള്ളിക്ക് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന പോലെയല്ല പുള്ളി കഴിക്കുന്നത്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.